ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വിഷ്വൽ ബേസിക്കിൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് വിഷ്വൽ ബേസിക് ഉപയോഗിച്ച് കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കാനുള്ള പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്നും വിഷ്വൽ ബേസിക്കിൻ്റെ ഈ ഐക്കണുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ ബേസിക് ഓപ്പൺ ആയിരിക്കുകയാണ്. അതിൽ നിന്നും standard.xl എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ് നമുക്ക് വേണ്ടത്. ആ ഫോർമാറ്റിലുള്ള പ്രോഗ്രാം തന്നെ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാനുള്ള ഫോം വിൻഡോ ലഭിച്ചിരിക്കുകയാണ്. ഈ വിൻഡോയിൽ നിങ്ങളുടെ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യമായി നമ്മൾക്ക് ഒരു ടൂൾ ആണ് വേണ്ടത്. ഒറ്റ ടൂൾ മതി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ആ ടൂൾ കമാൻഡ് ബട്ടൺ ആണ്. ഒരു കമാൻഡ് ബട്ടൺ ഈ യൂസർ ഇൻ്റർഫേസിൽ ക്രിയേറ്റ് ചെയ്യുക. കമാൻഡ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾ ബോക്സിൽ ചെന്ന് കമാൻഡ് ബട്ടണിനുള്ള ടൂള് സെലക്ട് ചെയ്യണം. ഈ കാണുന്നതാണ് കമാൻഡ് ബട്ടൻ്റെ ടൂള്. ഈ ടൂൾ സെലക്ട് ചെയ്യണം. ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കമാൻഡ് ബട്ടൺ നിങ്ങളുടെ ഫോം വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കാണാം, ഒരു കമാൻഡ് ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ആ കമാൻഡ് ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ചെന്ന് കമാൻഡ് 1ൻ്റെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ചെന്ന് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡീഫോൾട്ടായി കമാൻഡ് 1 എന്നായിരിക്കും കിടക്കുന്നത്. ആ കമാൻഡ് 1 എന്നുള്ളത് ബാക്ക് സ്പേസ് അടിച്ച് മാറ്റിയിട്ട് ഡ്രോ എന്നാക്കണം. ഡ്രോ എന്നാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെയും ഓട്ടോമാറ്റിക്കലി ആ കമാൻഡ് ബട്ടൻ്റെ പേര് ഡ്രോ എന്നായിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ യൂസർ ഇൻ്റർഫേസ് റെഡി ആയിരിക്കുകയാണ്. അടുത്തതായി നിങ്ങൾക്ക് പ്രോഗ്രാം കോഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനായി ഇവിടെ മെനു ബട്ടണിൽ നിന്ന് വ്യൂ എന്ന് പറയുന്ന മെനു ബാറിൽ നിന്ന് വ്യൂ എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് കോഡ് എന്ന് പറയുന്ന ഒരു സബ് മെനു ഉണ്ട്. ആ സബ് മെനു സെലക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്യാനുള്ള കോഡ് വിൻഡോ ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ കമാൻഡ് 1ൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സർക്കിളിൻ്റെ വരച്ചതായ ഔട്ട്പുട്ട് ലഭിക്കേണ്ടത്. അതിനെ കമാൻഡ് 1ൻ്റെ ക്ലിക്ക് ഇവൻ്റ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോയി കമാൻഡ് 1 സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ജനറൽ എന്നായിരിക്കും ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. അത് മാറ്റി കമാൻഡ് 1 സെലക്ട് ചെയ്യുക. കമാൻഡ് 1 സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ കമാൻഡ് 1ൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം കോഡിന് വേണ്ടിയുള്ള പ്രോഗ്രാം കോഡ് വന്നിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ഇവൻ്റ് ആണ് കിടക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം കോഡാണ്. ആ സർക്കിള് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം കോഡാണിത്. പ്രൈവറ്റ് സബ് കമാൻഡ് 1 ക്ലിക്ക് എന്ന് പറയുന്നത് കമാൻഡ് 1ൻ്റെ ക്ലിക്ക് ഇവൻറ്റിലാണ് ഈ പ്രോഗ്രാം കോഡ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ക്ലിക്ക് ഇവൻറ്റിൽ തന്നെ ഈ പ്രോഗ്രാം കോഡ് കൊടുത്തിരിക്കുകയാണ്. CLS എന്ന് പറയുന്നത് ക്ലിയർ സ്ക്രീനിൻ്റെ ഒരു ഫങ്ഷനാണ്. ക്ലിയർ സ്ക്രീനിൻ്റെ ഒരു കോഡാണ്. CLS എന്നത് ക്ലിയർ സ്ക്രീനിൻ്റെ ഷോർട്ട് ഫോമാണ്. ഓരോ പ്രാവശ്യവും നിങ്ങൾ കമാൻഡ് 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ സ്ക്രീൻ ക്ലിയർ ആവുകയാണ് ഈ കോഡ് കൊണ്ട് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ മണ്ടയ്ക്ക് വേറൊരു സർക്കിൾ ഇങ്ങനെ വന്ന് ലാഗ് ആവും. ഓക്കെ, അടുത്തതായിട്ട് ഡിം റേഡിയസ് ആസ് ഇൻറ്റിജർ എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്ന ഒരു വേരിയബിള് നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിലോട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഈ റേഡിയസ് ആയിരിക്കും സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് പിന്നീട് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അടുത്തതായി ഫോർ റേഡിയസ് ഈക്വൽ ടു 0 ടു വാല്യൂ me.height/2 എന്ന് പറയുന്നത്, അതിൽ me.height/2 എന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ ഹൈറ്റിൻ്റെ പകുതിയാണ് റേഡിയസ് ആയിട്ട് വരേണ്ടത്. ഈ റേഡിയസ് ഒരു ലൂപ്പിനകത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വീണ്ടും ആ പല സർക്കിൾ വരാൻ വേണ്ടിയിട്ടാണ്. ആ സ്ക്രീനിൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള പല സർക്കിളുകൾ ആ റേഡിയസിനനുസരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൂപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി സർക്കിൾ, ഈ ഒരു ബ്രാക്കറ്റ് ഇവിടെ തുടങ്ങി ഇങ്ങനെ ഈ ബ്രാക്കറ്റ് ഇവിടെ തീരുന്നിടം വരെ സർക്കിളിൻ്റെ ഒരു ഫോർമാറ്റാണ്. ആ സർക്കിൾ എന്ന് പറയുന്നതാണ് സർക്കിളിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ കോഡ്. ആ
ആ കോഡിനുള്ളിൽ ബ്രാക്കറ്റിനകത്തിൽ വരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ SCERT ടെക്സ്റ്റ് ബുക്സിലെ 109 പേജ് നോക്കിയാൽ അറിയാം. സർക്കിളിൻ്റെ ഫോർമാറ്റ് സർക്കിൾ എക്സ് വൈ ബ്രാക്കറ്റ് ക്ലോസ് റേഡിയസ് ആണ് സർക്കിളിൻ്റെ ഫോർമാറ്റ്. അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിലെ എക്സ് എന്ന് പറയുന്നത് me.width/2 എന്നാണ്. എന്ന് വെച്ചാൽ സ്ക്രീനിൻ്റെ വിഡ്ത്തിൻ്റെ പകുതിയാണ് എക്സ്. വൈ എന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ ഹൈറ്റിൻ്റെ പകുതിയാണ്. അത് കഴിഞ്ഞ് റേഡിയസ്. ഈ റേഡിയസ് ആണ് നമ്മൾ മുമ്പേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ലൂപ്പിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ RGB എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് പോലെ തന്നെ VB റെഡ്, VB യെല്ലോ, VB ബ്ലൂ എന്ന് നമ്മൾക്ക് പല കളറുകൾ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ RGB എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്ന 3 കളറാണ് അവിടെ വരുന്നത്. RGB ഫംഗ്ഷൻ ഉപയോഗിച്ച് RND × 255 എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം നമ്പർ. RND ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാൻഡം നമ്പറിൻ്റെ ഫംഗ്ഷനാണ്. ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ × 255 ആണ് അതിനകത്തെ വാല്യൂ. അങ്ങനെ 3 വാല്യൂസ് വരുമ്പോൾ ഒരു RGB ഫംഗ്ഷൻ ആവും. നിങ്ങൾ RGB ഫംഗ്ഷനെ കുറിച്ച് നേരത്തെ ഡാറ്റ ടൈപ്സിലും ആ ഡാറ്റ ടൈപ്സിൻ്റെ ഒരു പാഠത്തിൽ പഠിക്കുന്നുണ്ട്. RGB ഫംഗ്ഷനാണിത്. RGB ബ്രാക്കറ്റിനകത്ത് 3 നമ്പർ വരുമ്പോൾ ഒരു കളർ നമ്മൾക്ക് കിട്ടും. അങ്ങനെ ആ 3 കളറുകൾ വരാൻ വേണ്ടിയിട്ടാണ് RND × 255 കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നെക്സ്റ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയസിനെ ഒരു സർക്കിൾ ഉണ്ടായി കഴിഞ്ഞ് അടുത്തതായി ഉണ്ടാകുന്ന സർക്കിൾ അപ്പോഴത്തെ ആ സ്ക്രീനിൻ്റെ ഹൈറ്റിലുള്ള റേഡിയസിൽ വെച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് റേഡിയസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പല റേഡിയസിലുള്ള സർക്കിൾസ് നമുക്ക് ആ സ്ക്രീനിനകത്ത് ലഭിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രോഗ്രാം കോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ മെനു ബാറിൽ തന്നെ പോയി റൺ എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സബ് മെനു ലഭിക്കും. അല്ലെങ്കിൽ F5 ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ നമ്മുടെ ഔട്ട്പുട്ടായ വിൻഡോ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളിവിടെ ഡ്രോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സർക്കിൾസ് നിങ്ങൾക്കിവിടെ ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് സർക്കിൾസ് കിട്ടിയിരിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ സർക്കിൾസാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലറിയാം ആ സ്ക്രീനിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് ഇവിടെ സർക്കിൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഒന്നുകൂടെ ഡ്രോ അടിക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള സർക്കിൾ ക്രിയേറ്റ് ആവും. താങ്ക് യു.